ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിലമ്പൂരിൻ്റെ സ്വന്തം ആഘോഷമായിട്ടുള്ള നിലമ്പൂർ പാട്ടിനാണ് കേട്ടോ. എല്ലാ വർഷവും ജനുവരി മാസം 4, 5, 6, 7, 8, 9 തീയതികളിലാണ് ഈ നിലമ്പൂർ പാട്ടുത്സവം നടത്താറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ നിലമ്പൂർ കോവിലകത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേട്ടയ്ക്കരപ്പൻ ക്ഷേത്രത്തോടനുബന്ധിച്ച് ആണ് ഈ പാട്ടുത്സവം നടത്തി വരാറുള്ളത്. ഒരുപാട് തലമുറകൾക്ക് മുമ്പ് നമ്മുടെ കോവിലകത്ത് ഭക്തൻ തമ്പുരാൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗൂഡല്ലൂരിനടുത്ത് കാട്ടരന്മാരുടെ കൂട്ടത്തിൽ ഒരു മാനുഷിക സിദ്ധികളൊക്കെ ഉള്ള ആൾദൈവം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നമ്മുടെ ഭക്തൻ തമ്പുരാൻ നിത്യ എന്നോണം കുതിരസവാരി ചെയ്ത് ഈ മനുഷ്യദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയും അതേപോലെ അനുഗ്രഹം വാങ്ങി മടങ്ങുകയും ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. തമ്പുരാന് പ്രായമായപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് ഇവിടെ നിന്ന് വന്ന് കാണാൻ സാധിക്കില്ല, പ്രായമായി, അതിനാൽ ഇവിടുന്ന് നിലമ്പൂരിൽ വന്ന് കുടിയിരിക്കണമെന്ന് ഭക്തൻ തമ്പുരാൻ ഈ സിദ്ധനോട് പറഞ്ഞു. ഇത് കേട്ട സിദ്ധൻ, വരാം, എൻ്റെ കൂടെ എൻ്റെ ഭൂതഗണങ്ങളും ഉണ്ടാവും, അവർ വരുന്ന ദിവസം ആഘോഷമായി പൂജ തുടങ്ങിയ ചടങ്ങുകൾ കാണാനും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യാനും സാധിക്കണം. ഈ നിബന്ധന തമ്പുരാൻ അംഗീകരിച്ച് നിലമ്പൂരിൽ അമ്പലം പണിയുകയും ആ മനുഷ്യദൈവത്തെ അമ്പലത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഈ ദൈവത്തെ വേട്ടക്കരപ്പൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇത് ഒരു തറവാട് കാവാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നതിനേക്കാൾ ഇത് കാവ് എന്ന് പറയുന്നതാണ് ശരി. നമ്പാലക്കോട് ഭാഗത്ത് കാട്ടാള വേഷത്തിൽ ശിവപാർവതിമാര് രതിക്രീഡ നടത്തിയതിൻ്റെ ഫലമായിട്ട് പാർവതീദേവി പ്രസവിച്ച സന്താനമായതിനാലാണ് ഈ ദൈവത്തെ വേട്ടയ്ക്കരപ്പൻ, അതായത് വേട്ടയ്ക്കിടയിലുണ്ടായ അയ്യപ്പൻ എന്ന് നാമകരണം ചെയ്തത്. ഇത് പ്രയോഗിച്ച് കാലാന്തരേണ എന്തായി, വേട്ടയ്ക്കരപ്പൻ എന്നായി മാറുകയാണ് ചെയ്തത്. വേട്ടയ്ക്കരപ്പൻ നിലമ്പൂരിലെ ഭൂതഗണമായിട്ട് വരുന്ന ആ ദിവസത്തെ ആണ് നമ്മൾ നിലമ്പൂർ പാട്ടുത്സവം എന്ന് വിളിക്കുന്നത്. നിലമ്പൂർ കോവിലകക്കാർ ഈ ഉത്സവകാലം നിശ്ചയിച്ച്, അതാണ് ജനുവരി 4 മുതൽ 9 വരെയുള്ള പാട്ടുത്സവം. 1-ാം ദിവസം, അതായത് 4-ാം തീയതി ഉത്സവാരംഭം വിളംബരം ചെയ്യാൻ ക്ഷേത്രാങ്കണത്തിൽ ഒരു മുള നാട്ടുന്നു. 101 കമ്പുകളുള്ള മുള വനത്തിൽ നിന്ന് മുറിച്ചെടുത്ത് ആദിവാസികൾ ആഘോഷമായിട്ട് നടന്ന് നിലമ്പൂർ ക്ഷേത്രത്തിലെത്തിക്കും. ഈ ചടങ്ങിന് കാലിക പരിഷ്കാരങ്ങൾ വന്നു. 101 കമ്പുകളുള്ള മുള കണ്ടെത്താൻ പ്രയാസമായി. ഇപ്പോൾ നിലമ്പൂരിൽ തന്നെയുള്ള ഒരു വീട്ടിൽ നിൽക്കുന്ന മുളക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മുള എടുത്തിട്ട് ക്ഷേത്രത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ ദിവസം ഈ കൊടി നാട്ടുന്നതിന് കൂറയിടുക എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അന്ന് മുതൽ 3 ദിവസവും ആദിവാസികൾക്ക് 3 നേരവും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആഹാരം കൊടുക്കും. ക്ഷേത്രത്തിന് മുന്നിലെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിൽ മേൽമറയും വശമറയും ഒന്നുമില്ലാതെ ഓരോ കുടുംബവും കഴിഞ്ഞുകൂടും. തൊട്ടിൽ കിടക്കുന്ന പൈതൽ മുതൽ കുഴിയിൽ കാല് നീട്ടിരിക്കുന്ന മുതുമുത്തശ്ശൻ വരെ ഇവിടെ എത്തും കേട്ടോ. 4, 5, 6 എന്നീ 3 ദിവസങ്ങളിൽ ചെറിയ കളമ്പാട്ടുത്സവം നടക്കും കേട്ടോ. 1-ാം ദിവസം കൊടി കൂറയിടുന്നതിൻ്റെ കൂടെ തന്നെ ക്ഷേത്രത്തിൻ്റെ കൊടിയുടെ തൊട്ട് താഴെ മറ്റൊരു കൊടി കൂടി നാട്ടുന്നുണ്ട്. അതിനെ അന്നക്കൊടി എന്നാണ് വിളിക്കുന്നത്. അതായത് അന്ന് മുതൽ വലിയ കളമ്പാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ആദിവാസികളടക്കം എല്ലാവർക്കും അന്നദാനം ചെയ്യുമെന്നതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടയാളമാണ് ഈ അന്നക്കൊടി നാട്ടുന്നത്. 4 മുതൽ വലിയ കളമ്പാട്ട് നടക്കുന്ന 7 വരെ കാവിനുള്ളിലെ വേട്ടക്കരപ്പൻ്റെ ഒരു രൂപം വിവിധ വർണ്ണങ്ങളുള്ള പൊടി കൊണ്ട് കളം വരയ്ക്കും. ഇതിൻ്റെ അവകാശികൾ കുറുപ്പന്മാരാണ് കേട്ടോ. മഞ്ചേരി കരിക്കാട്ട് താമസിക്കുന്ന ഒരു കുറുപ്പൻ തറവാട്ടുകാരാണ് ഇതിൻ്റെ അവകാശികൾ. ഒരു കയ്യിൽ അമ്പും വില്ലും മറു കയ്യിലെ കത്തിയും ധരിച്ച ദൈവത്തിൻ്റെ രൂപം വിവിധ പൊടി കൊണ്ട് വളരെ സമർത്ഥമായി യാതൊരു പിശകും വരാതെ തന്നെ വരയ്ക്കാൻ അസാമാന്യ കഴിവ് തന്നെ വേണം. ആദ്യം മണ്ണിലെ കോലുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് പൊടികൾ ഇടുമ്പോൾ ഒരു ദീർഘിച്ച പാട്ട് പാടും. ഈ പാട്ടിന് പ്രത്യേക താളവും ഉണ്ടാവും. വേട്ടക്കരപ്പൻ്റെ കാട്ടിലെ വിക്രിയകളാണ് പ്രതിപാദിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നടക്കേണ്ട പൂജകൾ നമ്പൂരി ചെയ്തു കഴിഞ്ഞാൽ കളം മായ്ക്കൽ ചടങ്ങായി. ഈ ചടങ്ങ് 4, 5, 6 എന്നീ ദിവസങ്ങളിൽ നടത്തുന്നതിനെ ചെറിയ കളമ്പാട്ട് എന്ന് പറയും കേട്ടോ. ഇത് ഓരോ ധനാഢ്യന്മാരുടെ വകയാണ് എന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. 7-ാം തീയതിയാണ് പ്രധാന ഉത്സവമായിട്ടുള്ള വലിയ കളമ്പാട്ട് നടക്കുന്നത്. അന്ന് തന്നെയാണ് സർവാണി സദ്യയും നടക്കുന്നത്. ഈ സദ്യ കഴിക്കാൻ വരുന്നവർ പണ്ടത്തെ പോലെ ഭക്ഷണത്തിന് ആർത്തി പിടിച്ച് വരുന്നവരല്ല, മറിച്ച് സാമ്പത്തികമായും സാമൂഹ്യമായും ഭേദപ്പെട്ടവർ തന്നെ ദൈവത്തിൻ്റെ പ്രസാദം കഴിക്കുക എന്നത് ഒരു വഴിപാടായി നിർവഹിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്.
7-ാം തീയതി വലിയ കളമ്പാട്ട് കഴിഞ്ഞാൽ ആദിവാസികൾ ഊരുകളിലേക്ക് തിരിച്ചു പോകും. 8-ാം ദിവസം വരയ്ക്കുന്ന ദൈവം മാറും. ശാസ്താവിൻ്റെ കളാണ് 8-ാമത്തെ ദിവസം വരയ്ക്കുക. ഇതിന് ശാസ്താംപാട്ട് എന്നാണ് വിളിക്കുന്നത്. 9-ാം ദിവസം പാലും വെള്ളരി എന്ന് പറയുന്ന ചടങ്ങാണ്. ഇത് നടക്കുന്ന കാവിനെ കരുവൻകാവ് എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠയാണുള്ളത്. നിലമ്പൂർ കോവിലകത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള 18 ക്ഷേത്രങ്ങളിൽ നിന്ന് ഓരോ കോമരം ഇവിടെ വെളിച്ചപ്പെടാൻ എത്തണമെന്നത് ആണ് പഴയ കഥ. കാപ്പിൽ ക്ഷേത്രത്തിന് അരക്കോമരമാണ് വിധിച്ചത്. അങ്ങനെ 18 കോമരങ്ങൾ എന്നതാണ് കണക്ക്. ഇതെല്ലാം കാലഹരണപ്പെട്ടെങ്കിലും പഴയ ഭക്ഷണവും പ്രതിഫലവും ലഭിക്കുന്നതിനാൽ കോമരങ്ങൾ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നിലമ്പൂർ പാട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്.